നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. റെയിൽവേയിൽ 6557 ടെക്നീഷ്യൻ ഒഴിവുകൾ. തിരുവനന്തപുരം RRBയിൽ 411 ഒഴിവ്. 10ാം ക്ലാസ് ITI യോഗ്യതയുള്ളവർക്ക് അവസരം. റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അവസരം വന്നിരിക്കുന്നു. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 തസ്തികകളിലായി 6557 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. തിരുവനന്തപുരം RRBയിൽ മാത്രം 411 ഒഴിവുകളുണ്ട്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 2026 ജൂലൈ 29 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിജ്ഞാപന നമ്പർ CEN നമ്പർ 02/2026. തസ്തികകളും ഒഴിവുകളും. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ ഒഴിവുകൾ 323. പ്രായപരിധി 18 മുതൽ 33 വയസ്സ് വരെ. പ്രാരംഭ ശമ്പളം 29,200 രൂപ. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഒഴിവുകൾ 6,234. പ്രായപരിധി 18 മുതൽ 30 വയസ്സ് വരെ. പ്രാരംഭ ശമ്പളം 19,900 രൂപ. വിദ്യാഭ്യാസ യോഗ്യത ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ. താഴെ പറയുന്ന വിഷയങ്ങളിലൊന്നിൽ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഉണ്ടായിരിക്കണം. ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെന്റേഷൻ. ടെക്നീഷ്യൻ ഗ്രേഡ് 3 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. NCVT, SCVT അംഗീകൃത ITI അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് യോഗ്യത ഉണ്ടായിരിക്കണം. യോഗ്യമായ പ്രധാന ട്രേഡുകളിൽ ചിലത് ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, മെക്കാനിക് ഡീസൽ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, വെൽഡർ, മെഷീനിസ്റ്റ്, കാർപ്പൻ്റർ, പ്ലംബർ, പൈപ്പ് ഫിറ്റർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് മെക്കാനിക്, പെയിൻറ്റർ, CNC പ്രോഗ്രാമർ ആൻഡ് ഓപ്പറേറ്റർ, മിൽ റൈറ്റ് മെയിൻ്റനൻസ് മെക്കാനിക്, സ്വേയിങ് ടെക്നോളജി, ഡ്രസ് മേക്കിംഗ്. കൂടാതെ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ നൽകിയിരിക്കുന്ന മറ്റ് അംഗീകൃത ട്രേഡുകളിലും യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ്: പൊതുവിഭാഗം OBC EWS 500 രൂപ. 1ാം ഘട്ട CBT പരീക്ഷയിൽ പങ്കെടുക്കുന്നവർക്ക് 400 രൂപ തിരികെ ലഭിക്കും. SC/ST, എക്സ് സർവീസ്മെൻ, PWBD സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ, ന്യൂനപക്ഷ വിഭാഗം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ 250 രൂപ. CBTയിൽ പങ്കെടുക്കുന്നവർക്ക് മുഴുവൻ 250 രൂപയും തിരികെ ലഭിക്കുന്നതായിരിക്കും. ബാങ്ക് ചാർജുകൾ ബാധകമായിരിക്കും. തെരഞ്ഞെടുപ്പ് രീതി: ഉദ്യോഗാർത്ഥികളെ താഴെ പറയുന്ന ഘട്ടങ്ങളിലൂടെയാണ് തിരഞ്ഞെടുക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. അപേക്ഷ സമർപ്പിക്കേണ്ട വിധം: അപേക്ഷ ഓൺലൈൻ വഴി മാത്രം സമർപ്പിക്കണം. തങ്ങൾക്ക് അനുയോജ്യമായ RRBയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. പ്രധാന വെബ്സൈറ്റുകൾ: RRB തിരുവനന്തപുരം, RRB ചെന്നൈ, RRB മുംബൈ. മറ്റ് RRBകളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളും അപേക്ഷയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. അവസാന തീയതി 2026 ജൂലൈ 29. 10ാം ക്ലാസും ITI യോഗ്യതയും ഉള്ളവർക്ക് ഇന്ത്യൻ റെയിൽവേയിൽ സർക്കാർ ജോലി നേടുവാനുള്ള മികച്ച അവസരമാണിത്. താൽപ്പര്യമുള്ളവർ അവസാന തീയതിക്ക് മുൻപ് അപേക്ഷ സമർപ്പിക്കുവാൻ മറക്കരുത്. ഈ തൊഴിൽ വാർത്ത ഉപകാരപ്രദമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ജോലി അന്വേഷിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യൂ. കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾക്കായി സ്റ്റഡി ഫോർ ഷുവർ വിത്ത് സ്റ്റെല്ലാർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.